ലാൽ, ഇപ്പോൾ ജില്ലാ കളക്ടർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്ന് കൂടുതൽ ആളുകളെ ഉടൻ തന്നെ മാറ്റണം. അപകട വിവരം അറിഞ്ഞ് ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് രണ്ട് തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഒന്ന്, അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം അത് ദ്രുതഗതിയിൽ നടത്തേണ്ടതാണ്. അതിനൊരു കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഇനിയും മണ്ണിടിയുകയാണെങ്കിൽ അതൊരു പ്രശ്നമാകാനും സാധ്യതയുണ്ട്. രണ്ടാമത് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ളത്. അതായത് കളക്ടർ പറഞ്ഞ പോലെ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതൽ നിലനിൽക്കുന്ന ഒരു പ്രദേശമായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അവിടെ നിൽക്കുന്നത് അവരുടെ ജീവനും ഭീഷണിയാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ ഓടിയെത്തിയ ആളുകളാണ് പ്രദേശവാസികളായിട്ടുള്ളവർ. പെടുന്നനെയുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് അവർ ഉൾക്കൊള്ളാൻ സാധ്യത, പ്രത്യേകിച്ച് അവര് വയലന്റ് ആവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അവരുടെ അടക്കം ജീവന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത എന്ന് പറയുന്ന നിലവിൽ അവരടക്കം അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. പക്ഷേ അതിനൊത്ത സംവിധാനം, ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ സംവിധാനം അവിടെ എത്തിയിട്ടുമില്ല. കൂടുതൽ ഫയർഫോഴ്സ് എത്തേണ്ടതുണ്ട്. കളക്ടർ പറഞ്ഞ പോലെ തന്നെ NDRFന്റെ സംഘം അവിടെ എത്താൻ ഇനിയും മണിക്കൂറുകൾ എടുക്കും. അതിനു മുന്നേ തന്നെ നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെതായ പ്രതിസന്ധികളും അവിടെ നിൽക്കുന്നുണ്ട്. മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം, വൈദ്യുതി ഇല്ലാത്ത പ്രശ്നം, അവിടേക്ക് ആളുകൾക്ക് കടന്നു വരാൻ കഴിയാത്ത പ്രശ്നം, ഉള്ള ആളുകളെ അവിടെ നിന്ന് പുറത്തെത്തിക്കേണ്ട ആവശ്യം, അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നിലവിൽ അവിടെ ഉള്ളത്. മാത്രമല്ല, ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ അവസ്ഥ ഏതാണ് എന്നതിനെ കുറിച്ച് നിലവിൽ വിവരമില്ല. വീട് ഭാഗികമായി തകർന്നതാണ്, സാരമായി പരിക്കേറ്റിട്ടുണ്ടാകാം. മെഡിക്കൽ സംഘം അടക്കം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഒരു സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അവരെ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റാതെ സ്ഥിതിഗതികൾ പൂർണ്ണമായും ശാന്തമാകാനും സാധ്യതയില്ല. മാത്രമല്ല, മണ്ണിടിയാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല ജില്ലാ അതോറിറ്റിയും. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് കൂടുതൽ ജാഗ്രതയാണ് ഈ സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ വാർത്തയറിഞ്ഞും സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്തും കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന കാര്യം അറിയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിനോടൊപ്പം തന്നെ, അതായത് മണ്ണിടിഞ്ഞ പ്രദേശത്തുള്ള വീടുകളിലുള്ള ആളുകൾ എവിടെയെല്ലാമാണ് എന്നതിനെ കുറിച്ച് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികൾ വഴി, വാർഡ് മെമ്പർമാരടക്കമുള്ളവർ വഴി ശേഖരിച്ചു വരികയാണ്. ക്യാമ്പിലുള്ളവരുടെ കണക്കുകൾക്ക് പുറമെ ബന്ധു വീടുകളിലേക്കും മറ്റും പോയവരെ കുറിച്ചുള്ള വിവരങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ശേഖരിക്കുന്നത്. മറ്റാരെങ്കിലും ഏതെങ്കിലും വീടിന് ഉള്ളിലോ മറ്റോ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യങ്ങൾ അടക്കം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആളുകളെ കുറിച്ചുള്ള വിവരശേഖരണത്തിനും നിലവിൽ തുടരുക. ഇപ്പോൾ TS സിദ്ദിഖ്, വാർഡ് മെമ്പർ, നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സിദ്ദിഖ്, താങ്കൾക്ക് ഈ പ്രദേശം നന്നായി അറിയുന്ന ആളാണ്. നിലവിൽ ഇവിടെ മണ്ണിടിഞ്ഞ് 2 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റുള്ളവരെല്ലാം സുരക്ഷിതരാണെന്ന് തന്നെ വിശ്വസിക്കാമല്ലോ, അല്ലേ? തീർച്ചയായിട്ടും. ബാക്കിയുള്ള 22ഓളം വീടുകളിലെ ആളുകളെ ഇന്ന് നമ്മൾ അടിമാലി ഗവൺമെന്റ് സ്കൂളിൽ തുറന്ന ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. വൈകുന്നേരം 6 മണിയോടുകൂടി, 6:30യോടുകൂടി. ഈ പ്രദേശത്തെക്കുറിച്ച് നന്നായി അറിയുന്ന ആളാണല്ലോ താങ്കൾ. ഇത് ആ പ്രദേശത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് കൂടി ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. ഈ മേഖലയിൽ ഈ 22 വീടുകൾ മാത്രമാണ് ഉള്ളത്. മറ്റ് വീടുകളൊക്കെ ഇതിനടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ടോ? അങ്ങനെ മറ്റ് അപകടം നിറഞ്ഞ ആ ഒരു സാഹചര്യമൊക്കെ ഇപ്പോൾ ഉണ്ടോ? സ്ഥിതി കേൾക്കാമോ? ഒന്നുകൂടി പറയുമോ? അതായത് 22 വീടുകൾ മാത്രമാണോ ഈ അപകട നിലയിൽ ഉണ്ടായിരുന്നത്? ഇത് ഇവിടെ ഒരു തൊട്ടടുത്ത് ഇപ്പൊ ഈ വീടിനോട് ചേർന്ന്, ഇപ്പൊ അപകടം നടന്നിരിക്കുന്ന വീടിനോട് തൊട്ട് ചേർന്ന് തന്നെ ലക്ഷം വീട് കോളനിയാണ്. അവിടെ 44ഓളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ആ 44ഓളം കുടുംബങ്ങളിൽ അപകട ഭീഷണിയുള്ള 22ഓളം കുടുംബങ്ങളെയാണ് ഇന്നിപ്പോ ഗവൺമെന്റ് സ്കൂളിലേക്ക് നമ്മൾ മാറ്റി പാർപ്പിച്ചത്. ഞാൻ ചോദിച്ചത് അപ്പോൾ മറ്റുള്ള വീട്ടുകാർ സുരക്ഷിതരാണല്ലോ എന്നുള്ളതാണ്. അതെ, മറ്റുള്ള വീട്ടുകാർക്ക് വലിയ പ്രശ്നമില്ല. അവരെ മാറ്റി പാർപ്പിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അല്ലേ തീരുമാനം? അവരെ മാറ്റി പാർപ്പിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു നേരത്തെ തീരുമാനം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരെയും കൂടി മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് വരുന്നത്. അതേപ്പോൾ അവരെ കൂടി മാറ്റാനുള്ള നടപടികളിലേക്ക് ഇനിയും മണ്ണിടിച്ചിലിനുള്ള സാധ്യത നിലനിൽക്കുക. അതേ, നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനം പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ടല്ലോ അല്ലെ? ഇവിടെ കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നു എന്നുള്ളത് ഒരു പ്രതിസന്ധി ആകുന്നുണ്ടോ? ആളുകളുടെ അങ്ങനെ വരുന്നത് ഒരു പ്രതിസന്ധിയാണ്. പക്ഷെ എങ്കിൽ പോലും പോലീസും ഫയർഫോഴ്സും എല്ലാം വളരെ നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ JCB പുതിയ വഴി വെട്ടി JCB ആ ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതെ, ഇവിടേക്ക് ഈ JCB ഒക്കെ എത്തിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടോ നിലവിൽ അവസ്ഥയില്ലായിരുന്നു. പക്ഷെ പുതിയ വഴി വെട്ടി JCB എത്തിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ആ വീടിന് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്, വീട് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതെ, വീടിന് സമീപത്തേക്ക് JCB എത്തിയിട്ടുണ്ട്. JCB ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
സാധാരണ മണ്ണിടിയുമ്പോൾ നമുക്ക് ആ പ്രദേശം തന്നെ മനസ്സിലാക്കാനാവാത്തൊരവസ്ഥയുണ്ട്. ഇപ്പോൾ ഈ വീട് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? വീട് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആ വീടിനകത്തുള്ള ആളുകളുമായി സംവദിക്കാൻ പറ്റുന്നുണ്ടോ? അവർ മുൻപ് കരയുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ട് വന്നത്. സന്ധ്യയുമായി സംസാരിക്കാൻ പറ്റിയിരുന്നു. അതെ, ഈ വീട്ടിൽ അകപ്പെട്ട ആളുകളുടെ പേരെന്താണ്? ബിജു നെടുമ്പള്ളിക്കുടി. ബിജു നെടുമ്പള്ളിക്കുടി, ഭാര്യ സന്ധ്യ ബിജു. അതെ, ഇവരുമായി സംസാരിക്കാൻ ഈ രക്ഷാപ്രവർത്തകർക്ക് ആകുന്നുണ്ടെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? സന്ധ്യയുമായി ആദ്യമേ സംസാരിക്കാൻ പറ്റിയിരുന്നു, പക്ഷെ ഇപ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ശരി, വളരെയധികം നന്ദി. TS സിദ്ദിഖാണ്, വാർഡ് മെമ്പറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ബിജു, സന്ധ്യ എന്നിവരാണ് ഇപ്പോൾ ആ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ മണ്ണിടിഞ്ഞ് ഒരു പ്രദേശം തന്നെ ഇല്ലാതായ ഒരു അവസ്ഥയാണെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടത്താനുള്ള എല്ലാ വിധത്തിലുള്ള സന്നാഹങ്ങളും ഇവിടേക്ക് എത്തിക്കാൻ ജില്ലാ കളക്ടർ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ജില്ലാ കളക്ടർ നൽകിയത്. എന്തായാലും ഇവിടെ മണ്ണിടിയാൻ ഇനിയും സാധ്യതയുള്ളതിനാൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരരുത്, അങ്ങനെയുള്ള ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. NDRFന്റെ സംഘം ഉൾപ്പെടെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഈ മണ്ണിനടിയിൽപ്പെട്ടവരെ പുറത്തെത്തിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് നാട്ടുകാരും ഒപ്പം തന്നെ അധികാരികളും പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ മഴ മാറി നിൽക്കുന്നു എന്നുള്ളതൊരു വലിയ ആശ്വാസമാണ്. മഴ പെയ്താൽ ഒരുപക്ഷെ കാര്യങ്ങൾ ഇങ്ങനെ ആകണമെന്നില്ല. അത് വലിയ ലൈറ്റ് എത്തിച്ച് ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.